ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ശിശുദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് 3 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതുകൂടി പോയി ഒന്ന് കാണുക. അതിലാണ് നമ്മൾ ബേസിക് ആയ കാര്യങ്ങൾ തൊട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ടഫായ ചോദ്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്നാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. ഇതാണ് ബോണസ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതിൻ്റെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ജവഹർലാൽ അമർ ഹോ എന്ന മലയാള കവിത രചിച്ചത് ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാടാണ്. ഇനി ആരൊക്കെയാണ് ഈ ശരിയുത്തരം കമൻറ്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ ബാലേന്ദു, രോഹിത് കൃഷ്ണ, അതുപോലെ തന്നെ ഫാത്തിമ സുറയ്യ പി, ഷെഫ്ന പി എസ്, ഇഷ ടി ഇ, ശ്രേയ ആർ എസ്, ഷബീബ്, ശിവനന്ദ എ ആർ, വേദിക, റിസ്വാൻ എസ്, ശ്രീദേവ് സുരേഷ്, അനശ്വര സുജേഷ്. ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനവും നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം ഇതാണ്: ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലികാനാമം എന്താണ്? നെഹ്റുവിൻ്റെ തൂലികാനാമം എന്ത്? ഉത്തരം ചാണക്യൻ. നെഹ്റുവിൻ്റെ തൂലികാനാമമാണ് ചാണക്യൻ. 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചാണക്യൻ. 2ാമത്തെ ചോദ്യം ഇതാണ്: കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു തന്നെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ. ഉത്തരം നെഹ്റു. വീഡിയോയിലെ 3ാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1964. അതായത് നവംബർ 14-ാം തീയതി ശിശുദിനമായി ആചരിക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഏത് വർഷം മുതലാണ് നവംബർ 14-ാം തീയതി ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? അതിൻ്റെ ഉത്തരമാണ് പറഞ്ഞത് 1964. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഓർത്തിരിക്കുക. വീഡിയോയിലെ 4ാമത്തെ ചോദ്യം: ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോൾ? ഉത്തരം 1935 സെപ്റ്റംബർ 4-ാം തീയതി. നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് 1935 സെപ്റ്റംബർ 4-ാം തീയതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതായത് ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം അലഹബാദിൽ. അതായത് ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് അലഹബാദിലാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അലഹബാദ്. വീഡിയോയിലെ 6ാമത്തെ ചോദ്യം: കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അന്തരിച്ച വർഷം ഏതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛനായ മോത്തിലാൽ നെഹ്റു അന്തരിച്ച വർഷം ഏത്?
ഉത്തരം 1931. നെഹ്റുവിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു അന്തരിച്ച വർഷമാണ് 1931. എട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ചോദ്യം ഇതാണ്: അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം VK കൃഷ്ണമേനോൻ. വീഡിയോയിലെ 9ാമത്തെ ചോദ്യം: നെഹ്റുവിൻ്റെ പത്നി കമല അന്തരിച്ച വർഷം ഏതാണ്? നെഹ്റുവിൻ്റെ ഭാര്യ കമല നെഹ്റു അന്തരിച്ച വർഷം ഏത്? ഉത്തരം 1936 ഫെബ്രുവരി 28. ഡേറ്റ് ഓർമ്മയില്ലെങ്കിൽ കൂടി വർഷം ഓർത്തിരിക്കുക. 1936 നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് നെഹ്റുവിൻ്റെ അച്ഛനായ മോത്തിലാൽ നെഹ്റു അന്തരിച്ച വർഷമാണ്. അത് 1931. നെഹ്റുവിൻ്റെ ഭാര്യ കമല നെഹ്റു അന്തരിച്ച വർഷം 1936. ഈ വീഡിയോയിലെ 10ാമത്തെ ചോദ്യം: കമല നെഹ്റു അന്തരിച്ചത് എവിടെ വെച്ചാണ്? കമല നെഹ്റു അന്തരിച്ചത് എവിടെ വെച്ച്? ഉത്തരം സ്വിറ്റ്സർലാൻഡിൽ. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറയുകയുണ്ടായി നെഹ്റുവിൻ്റെ പത്നി മരിച്ചത് 1936 ഫെബ്രുവരി 28 അപ്പോൾ ആ മരിച്ച സ്ഥലത്തിൻ്റെ പേര് സ്വിറ്റ്സർലാൻഡ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. വീഡിയോയിലെ 11ാമത്തെ ചോദ്യം: നെഹ്റുവിൻ്റെ മാതാവ് സ്വരൂപ് റാണി അന്തരിച്ച വർഷം ഏതാണ്? നെഹ്റുവിൻ്റെ അമ്മ സ്വരൂപ് റാണി അന്തരിച്ച വർഷം 1938. അപ്പോൾ 3 വർഷങ്ങൾ ഓർത്തിരിക്കുക. 1931 നെഹ്റുവിൻ്റെ പിതാവ് മരിച്ച വർഷമാണ്. 1936 നെഹ്റുവിൻ്റെ പത്നി മരിച്ച വർഷവും 1938 നെഹ്റുവിൻ്റെ മാതാവ് മരിച്ച വർഷവുമാണ്. 12ാമത്തെ ചോദ്യം: കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ഏതാണ്? കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ഏത്? ഉത്തരം 1942 ആഗസ്റ്റ് 8. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം 1942 ആഗസ്റ്റ് 8. വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആരാണ്? ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ്റെ പേരെന്ത്? ഉത്തരം റോഷൻ സേത്ത്. അതായത് ഗാന്ധി എന്ന സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ്റെ പേരാണ് റോഷൻ സേത്ത്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം: ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1969. നമ്മൾ ഈ വീഡിയോയിൽ കുറേ വർഷങ്ങളെ പറ്റി പറയുകയുണ്ടായി, ഒന്നും മാറിപ്പോവരുത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 1969. അതായത് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ച വർഷം 1969. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അതുകൂടാതെ നമ്മൾ ഗ്രൂപ്പുകളിൽ കണ്ടക്ട് ചെയ്യുന്ന ക്വിസ് മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ജവഹർലാൽ നെഹ്റു അവസാന തടങ്കിൽ നിന്നും മോചിതനായത് എന്നാണ്? നെഹ്റു അവസാനമായി തടങ്കിൽ നിന്ന്, അതായത് ജയിലിൽ നിന്ന് മോചിതനായത് 1945 ജൂൺ 15 ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡേറ്റാണിത്. 1945 ജൂൺ 15.
ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ കുറേ വർഷങ്ങളെ പറ്റി പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ പറ്റിയുള്ള ചോദ്യം തന്നെയാണ് ഇന്നത്തെ ബോണസ് ചോദ്യം. ചേരി ചേര പ്രസ്ഥാനം രൂപീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. കഴിഞ്ഞ വീഡിയോസിലെല്ലാം കുറേ പേര് ഉത്തരം കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പേരാരും കമൻറ്റ് ചെയ്യുന്നില്ല. പേര് കമൻറ്റ് ചെയ്യാതെ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയില്ല. അപ്പോൾ ഉത്തരത്തിൻ്റെ കൂടെ പേര് നിർബന്ധമായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ശിശുദിനവുമായി ബന്ധപ്പെട്ട നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ് ഇവിടെ വെച്ച് അവസാനിച്ചത്. അപ്പോൾ ഇതിനു മുമ്പത്തെ 3 വീഡിയോസിൽ നമ്മൾ നെഹ്റുവും ശിശുദിനവുമായി ബന്ധപ്പെട്ട ബേസിക് ആയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതിനുശേഷം പഠിക്കേണ്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി മറ്റ് വീഡിയോസ് കൂടി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.